ചിൽഡ്രൻ, വെൽക്കം ടു മൈ ചാനൽ ലോഡ് സ്റ്റാർ. നമ്മളിന്നിവിടെ വസന്ത് പാഠ്യപുസ്തകത്തിലെ സെക്കൻഡ് ചാപ്റ്ററായ ബച്ചുപ്പനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബച്ചുപ്പൻ കൃഷ്ണ സോപ്തിയുടെ ആണ് ബച്ചുപ്പൻ എന്നത്. അപ്പോൾ ബച്ചുപ്പനിലൂടെ കൃഷ്ണ സോപ്തി തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൃഷ്ണ സോപ്തിയുടെ കുട്ടിക്കാലത്ത് അവരെ അനുഭവിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ചും അവരുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്നത് നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ബച്പൻ. मैं तुम्हें अपने बचपन की ओर ले जाऊंगी. ഞാൻ നിങ്ങളെ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. मैं तुमसे कुछ इतनी बड़ी हूँ कि तुम्हारी दादी भी हो सकती हूँ, तुम्हारी नानी भी, बड़ी बुआ भी, बड़ी मौसी भी. मैं तुमसे कुछ इतनी बड़ी हूँ कि അല്ലേ, ഞാൻ നിങ്ങളെക്കാളും ഒരുപാട് മുതിർന്നതാണ്, ഒരുപാട് ഏജ് ഉണ്ട് എനിക്ക്. തുമാരി ദാദി ബി ഹോ സക്തി ഹും, ഞാൻ നിങ്ങളുടെ ദാദി ആയിരിക്കും അല്ലേ. അച്ഛമ്മേനെയാണ്, അച്ഛൻ്റെ അമ്മയാണ് ദാദി എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അത്രയും പ്രായം ഉണ്ടാവും ചിലപ്പോൾ എനിക്ക്. തുമാരി നാനി ബി, നാനി നിങ്ങളുടെ അമ്മയുടെ അമ്മയാണ് നാനി അല്ലേ, അമ്മയുടെ അമ്മയുടെ അത്രയും പ്രായം ഉണ്ടാവും എനിക്ക്. ബഡി ബുവാ ബി, ബഡി മൗസി ബി അല്ലേ, പിതാവിൻ്റെ സഹോദരിയാണ് മൗസി എന്ന് പറയുന്നത് അല്ലേ, അച്ഛൻ്റെ സിസ്റ്റർ ആൻറ്റീന് അത്രയും പ്രായം ഉണ്ടാവും. പിന്നെ അമ്മയുടെ സിസ്റ്ററാണ് മൗസി എന്ന് പറയുന്നത്. അപ്പോൾ ബുവ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സഹോദരിയാണ്, മൗസി എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ സഹോദരിയാണ്. അപ്പം എനിക്ക് അവരുടെ അത്രയൊക്കെ പ്രായം ഉണ്ടാകും. പരിവാർ മീ മുझे സഭി ലോഗ് ജീജി കഹ്കർ ഹി പുകാർത്തേ ഹെ. കുടുംബത്തിലെ എല്ലാവരും എന്നെ ജീജി എന്ന് വിളിച്ചിട്ടാണ്, ജീജി എന്നാണ് എന്നെ വിളിക്കാറ്. हाँ, मैं इन दिनों कुछ बड़ा यानी उम्र में सयाना महसूस करने लगी हूँ. എനിക്ക് ഇപ്പോഴാണ് കുറച്ച് ഏജ് ആയതുപോലെ അല്ലേ, കുറച്ച് എനിക്ക് നല്ല ഏജായി അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്, കുറച്ച് പക്വതയൊക്കെ വന്നതുപോലെ ഒരു ഫീലിംഗ് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. ഷായത് ഇസ്ലിയേക്ക് പിछली ശതാബ്ദി में पैदा हुई थी അല്ലേ, ഞാൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചതല്ലേ, കഴിഞ്ഞ നൂറ്റാണ്ടിലല്ലേ ഞാൻ ജനിച്ചത്. അപ്പം അത്രയും പക്വത എനിക്ക് കാണില്ലേ. മേരെ പെഹന്നെ ഓടനെ മേ ബി കാഫി ബദലാവ് ആയേ ഹേ. എൻ്റെ വസ്ത്രധാരണ രീതിയിലൊക്കെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പെഹലെ മേം രംഗ് ബിരംഗെ കപ്പടെ പെഹൻതി രഹി ഹും. ഞാൻ ആദ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. നീല, ജാമുനി, ഗ്രേ, കാല, ചോക്ലേറ്റി. അബ് മൻ കുച്ച് ഏസാ കർത്താ ഹേ കി സഫേദ് പെഹനോ. അപ്പം നമ്മുടെ ലേഖിക കൃഷ്ണ സോപ്തി അവരുടെ കുട്ടിക്കാലത്തൊക്കെ നല്ല കളർഫുള്ളായ ഡ്രസ്സൊക്കെയാണ് ധരിച്ചുകൊണ്ടിരുന്നത്. നീല, ജാമുനി, ഗ്രേ, കാല, ചോക്ലേറ്റി. അബ് മൻ കുച്ച് ഏസാ കർത്താ ഹേ കി. പക്ഷെ ഇപ്പം അവരുടെ മനസ്സ് എന്താണ് ആഗ്രഹിക്കുന്നത്? സഫീദ് പെഹനോ, വൈറ്റ് ഡ്രസ്സാണ് ഇപ്പോൾ അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഗഹരെ നഹി ഹൽക്കെ രംഗ്. ഗഹരെ നഹി, ഗഹരെ എന്ന് വെച്ചാൽ ഡാർക്ക് കളറല്ല, ഹൽക്കെ രംഗിൽ നല്ല സോഫ്റ്റ് കളേഴ്സാണ് അവർ, ലൈറ്റ് കളേഴ്സാണ് അവരിപ്പം ആഗ്രഹിക്കുന്നത്. മേനെ പിछले ദശകോं में तरह तरह की पोशाकें पहनी है. ഞാൻ കഴിഞ്ഞ ദശകത്തിലൊക്കെ, കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ ഞാൻ നിറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഞാൻ ധരിച്ചിട്ടുണ്ട്. പെഹലെ ഫ്രോക്ക്, ഫിർ നിക്കർ വോക്കർ, സ്കേർട്ട്, ലഹങ്കി, ഗറാറെ ഓർ അബ് ചൂടിദാർ ഓർ ഗേർദാർ കുർത്തി. അപ്പോൾ പെഹലെ ഫ്രോക്ക്, ആദ്യം ഞാൻ ഫ്രോക്കാണ് ധരിച്ചത് അല്ലേ. നമ്മൾ ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് കുട്ടിയായിരിക്കുമ്പോൾ ഒരു ഡ്രസ്സ്, കുറച്ച് മുതിരുമ്പോൾ വേറൊരു ഡ്രസ്സ്, കുറച്ചുകൂടി വലുതാകുമ്പോൾ ഒരു ഡ്രസ്സ്, അങ്ങനെയായിരിക്കും അല്ലേ. ഗേൾസിന് പ്രത്യേകിച്ച് അങ്ങനെയാണ്. അപ്പം എന്താണ്, ഞാൻ ആദ്യം ഫ്രോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ നിക്കർ വോക്കർ മാറി, പിന്നെ സ്കേർട്ടായി, പിന്നെ ലെഹങ്കയായി, പിന്നെ ഗറാറെ ഓർ അബ് ചൂടിദാർ ഓർ ഗർദാർ കുർത്ത. ഇപ്പം എന്താണ് ഡ്രസ്സ്, ഇപ്പം ചൂടിദാർ ഉപയോഗിക്കുന്ന ഗർദാർ കുർത്ത, അതായത് ലോങ് ആയിട്ടുള്ള ഒരു ടോപ്പ്, ലോങ് ടോപ്പാണ് ഗേർദാർ കുർത്ത. അതാണ് ഇപ്പം എൻ്റെ വേഷം എന്ന് ലേഖിക പറയുന്നു. ബച്പൻ കി കുച്ച് ഫ്രോക്ക് തോ മുझे अब तक याद है. കുട്ടിക്കാലത്ത് ഞാൻ ഉപയോഗിച്ച ചില ഫ്രോക്കൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമുക്കും അങ്ങനെയല്ലേ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ് നമുക്ക് കുട്ടിക്കാലത്ത് നല്ല ഇഷ്ടമാണെങ്കിൽ നമ്മളത് ഒരുപാട് കാലം ഇപ്പോഴും നമ്മളിങ്ങനെ ഓർമ്മയിലുണ്ടാകില്ലേ. കുറേ മുതിർന്നാലും പണ്ട് എനിക്കൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ കുറേ നാൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഇവിടെ ലേഖികയ്ക്ക് തൻ്റെ കുട്ടിക്കാലത്ത് അവർ ഉപയോഗിച്ച ഒരു ഫ്രോക്കുകളെ കുറിച്ചൊക്കെ ഇപ്പോഴും അവർക്ക് ഓർമ്മയുണ്ട്. हल्की नीली और पीली धारी वाला फ्रॉक. हल्की नीली നല്ല ലൈറ്റ് ബ്ലൂ കളറിൽ
പീലി ധാരി വാലി ഒരു യെല്ലോ ലൈനൊക്കെ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണത്. ഗോൾ കാലർ ഓർ ബാജു പർ ബി ഗോൾ കഫ്. അപ്പം ഇങ്ങനെ റൗണ്ടിലുള്ള കോളർ ഉണ്ട് അതിനകത്ത്. ബാജു പർ ബി ഗോൾ കഫ്. അതിന് ബട്ടൺസ് ഒക്കെ ഉണ്ട് ബാജുവിൽ. അതിന് ഒക്കെ എന്താ നല്ല റൗണ്ട് കളറിലായിട്ടാണ്, റൗണ്ട് ഷേപ്പിലൊക്കെ ആയിട്ടുള്ള ബട്ടൺസൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഫ്രോക്കായിരുന്നു. അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഏക് ഹൽക്കെ ഗുലാബി രംഗ് കാ ബാരിക് ചുനറ്റോം വാല ഗേർദാർ ഫ്രോക്ക്. ഏക് ഹൽക്കെ ഗുലാബി രംഗ് കാ നല്ല ലൈറ്റ് പിങ്ക് കളറിലുള്ള ബാരിക് ചുനറ്റോം വാല അല്ലേ, നല്ല ലൈനൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ ഞെറി ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള ഒരു ഗേർദാർ ഫ്രോക്ക്, ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക്. നീച്ചെ ഗുലാബി രംഗ് കി ഫ്രിൽ. അതിൻ്റെ താഴെ ഗുലാബി റെങ്കിലുള്ള ഫ്രില്ലൊക്കെ ഉണ്ട്. ആ ഫ്രോക്കിൻ്റെ മോഡലിനെ കുറിച്ചാണ് പറയുന്നത്. उन दिनों फ्रॉक के ऊपर की जेब में रुमाल और बालों में इतराते रंग बिरंगे रिबन का चलन था. ഉൻ ദിനോം ആ സമയത്തൊക്കെ ഇവർ ഫ്രോക്കിൽ ഒരു എന്താ പോക്കറ്റ് ഉണ്ടാകും, ജേബ് അല്ലേ, പോക്കറ്റ് ഉണ്ടാകും. അതിനകത്ത് റുമാൽ എന്താ കർച്ചീഫ് വെക്കും. നമ്മൾ ഇന്നൊന്നും അങ്ങനെ കുട്ടികളുടെ അല്ലേ പോക്കറ്റ് പണ്ടൊക്കെയുള്ള അവരുടെ ഫ്രോക്കിലൊക്കെ എന്തുണ്ടാകുന്ന പറയുന്നത് പോക്കറ്റ് ഉണ്ടാകും. ഇന്നും അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. അപ്പം അതിനകത്ത് ഇവർ എപ്പോഴും ഒരു കർച്ചീഫ് വെച്ചിട്ടുണ്ടാകും. പിന്നെയോ ബാലോമിയും ഇത്തരാത്തെ റംഗ് ബിരംഗെ റിബൻ കാ. പിന്നെ മുടിയിൽ കെട്ടുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള റിബനും ഒക്കെ ഈ പോക്കറ്റിനകത്ത് ഉണ്ടാകും. लेमन कलर का बड़े प्लेटों वाला गर्म फ्रॉक जिसके नीचे फर टांगी थी. लेकिन लेमन कलर का बड़े प्लेटों वाला गर्म फ्रॉक. ലെമൺ കളറിലുള്ളതിൽ നമ്മുടെ ലെമണിൻ്റെ കളറിലുള്ള ബഡേ പ്ലേറ്റും പോലെ നല്ല വലിയ ഫ്ലീറ്റ്സൊക്കെ ആയിട്ടുള്ള നല്ല ഗർമ ഫ്രോക്കിൽ നല്ല ചൂടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ധരിക്കുന്ന ഫ്രോക്കാണത്. ജിസ്കെ നീച്ചെ ഫർ ടാങ്കീതി. അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഫ്രില്ലൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലുണ്ടായിരുന്നു. ദോ ട്യൂണിക് ഭി യാദ് ഹേ. നല്ല ട്യൂണിക്കിൽ, ട്യൂണിക് മീൻസ് എന്താ ഓവർ കോട്ടായിട്ടുള്ള ഒരു ഡ്രസ്സിനെയാണ് ട്യൂണിക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഡ്രസ്സും എനിക്ക് ഓർമ്മയുണ്ട്. ഏക്ക് ചോക്ലേറ്റ് രംഗ് കാ ഓർ അന്തർ കി കോട്ടി പ്യാജി. ഒരു ചോക്ലേറ്റ് കളറിലുള്ള എനിക്കൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഓവർ കോട്ടുള്ള ഒരു ചോക്ലേറ്റ് കളർ ഉണ്ടായിരുന്നു. അന്തർ കി കോട്ടി പ്യാസി. അതിൻ്റെ ഉള്ളിലുള്ള ഡ്രസ്സ് ഓവർ കോട്ട് എന്ന് പറയുന്നത് കോട്ട് എന്തായിരുന്നു, പ്യാസിയാണ് അല്ലേ, ഉള്ളിയുടെ തോലിൻ്റെ കളറുള്ള ഇതായിരുന്നു. ദൂസറ ഗ്രേ ഓർ ഉസ്കെ സാത്ത് സഫേദ് കോട്ടി. വേറെ ഒരെണ്ണം ഗ്രേ കളറിലായിരുന്നു, അതിൻ്റെ കോട്ട് എന്ന് പറയുന്നത് സഫേദ് കളറായിരുന്നു. അങ്ങനെ എനിക്ക് 2 ട്യൂണിക് ഫ്രോക്കും ഉണ്ടായിരുന്നു എന്ന് ലേഖിക ഇപ്പോഴും ഓർക്കുന്നു. मुझे अपने मोसे और स्टॉकिंग भी याद है. बचपन में हमें अपने मोसे खुद धोने पड़ते थे. എനിക്ക് എൻ്റെ സോക്സും പിന്നെ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന അത് എടുത്തു വയ്ക്കുന്നതൊക്കെ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല മോസയെന്ന് വെച്ചാൽ സോക്സ്, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബച്പൻ മേം ഹമേം അപ്പനെ മോസെ ഗുദ് ധോനെ പടുത്തേ ഥേ. എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് മോസെ അത് സോക്സ് ഗുദ് ധോനെ പടുത്തേത്, ഞാൻ സ്വയം അത് വാഷ് ചെയ്യുമായിരുന്നു. കുട്ടികൾ തന്നെയാണ് അതൊക്കെ വാഷ് ചെയ്യുന്നത് അല്ലേ. നിങ്ങളൊക്കെ നിങ്ങളുടെ സോക്സൊക്കെ സ്വന്തമായിട്ട് കഴുകാറുണ്ടോ അതോ അമ്മേനെ ഏൽപ്പിക്കുമോ? അപ്പോൾ ഇവിടെ നമ്മുടെ ലേഖിക കൃഷ്ണ സൂക്തി അങ്ങനെയൊന്നല്ല, അവർ കുട്ടികൾ തന്നെയാണ് അവരുടെ സോക്സൊക്കെ കഴുകുന്നത്. വഹ നൗക്കറിയ നൗക്കറാനിക്കോ നഹി ദിയേ അല്ലേ, അവരുടെ ജോലിക്കാരനെയോ ജോലിക്കാരിനെയോ ഒന്നും അത് ഏൽപ്പിക്കില്ല. जा सकते थे. इसकी सख्त मनाही थी. അതിന് സ്ട്രിക്റ്റായിട്ട് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അവരെ ഒന്നും ഏൽപ്പിക്കരുത്, സ്വന്തം കഴുകിക്കൊള്ളാൻ തന്നെയാണ് വീട്ടിലെ റൂൾ. ഹം ബच्चे ഇത്തവാർ കി സുബഹ് ഇസി മേം ലഗാത്തെ. അപ്പോൾ കുട്ടികൾ ഇത്തവാർ എന്ന് വെച്ചാൽ സൺഡേ. അപ്പോൾ സൺഡേ മോർണിംഗിൽ കുട്ടികളുടെ ജോലി എന്താണ്, ദോ ലേനെ കെ ബാദ് സോക്സൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം അപ്പനെ ജൂത്തി പോളിഷ് കർക്ക് ചമക്കാത്തെ. അവരുടെ ഷൂസൊക്കെ അവർ നന്നായിട്ട് പോളിഷ് ചെയ്ത് നല്ല ഷൈനിങ് ഉള്ളതാക്കിയിട്ട് മാറ്റും. जब जूते कपड़े या ब्रश से रगड़ते तो पॉलिश की चमक उभरने लगती. ഇവരുടെ ഷൂവ് കപ്പട ബ്രഷ് തുണിയും ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം കഴുകി തുടച്ച് നല്ല പോളിഷൊക്കെ ചെയ്ത് നല്ല ചമക്ക് ഉബർത്തയിലേക്ക് നല്ല അതിൻ്റെ തിളക്കം ഒന്നുകൂടി ഇങ്ങനെ വർദ്ധിക്കും, നല്ല തിളക്കമുള്ളതാക്കി മാറ്റും.
सर्वर मुझे आज भी बूट पॉलिश करना अच्छा लगता है, हालांकि अब नई नए किस्म के शू आ चुके हैं. സർവർ മുझे ആജ് ബി ബൂട്ട് പോളിഷ് കർണ അച്ഛാ ലഗ്താ ഹെ, എനിക്ക് ഇന്നും ബൂട്ട് നന്നായിട്ട് പോളിഷ് ചെയ്യാനായിട്ട് അറിയാം. ഹാലാംകി അബ് നൈ നൈ കിസ്മ കി ഷൂ ആ ചുക്കേ ഹെ, എന്നാൽ ഇന്ന് നല്ല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഷൂസൊക്കെ അവൈലബിൾ ആണ് അല്ലേ. ഇന്ന് എത്ര ടൈപ്പിലുള്ള ഷൂസും കിട്ടും, പക്ഷെ അന്നൊന്നും അങ്ങനെ കൂടുതൽ വെറൈറ്റീസ് ഉണ്ടായിരുന്നില്ല. കഹന ഹോഗ കി യേ പെഹലെ സെ കഹി സ്യാദ ആരാംദേഹ് ഹെ അല്ലേ. കഹന ഹോഗ കി, അതായത് പറയാതിരിക്കാനേ വയ്യ, എന്താ ഈ പെഹലെ സെ കഹിം സ്യാദ ആരാംദേഹ് ഹെ, മുന്നേ ഇവർ യൂസ് ചെയ്തവരുടെ കുട്ടിക്കാലത്ത് യൂസ് ചെയ്യുന്നേക്കാൾ ഇപ്പം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് കാലിലിടാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല സുഖം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിന് മുന്നേ ഇവരുടെ കുട്ടിക്കാലത്ത് അത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസൊന്നും അല്ലായിരുന്നു എന്ന് കൃഷ്ണ സോപ്തി ഓർക്കുന്നു. ഹമിം ജബ് നൈസ് ജൂത്തെ മിൽത്തെ ഉസ്കെ സാത്ത് ഹി ചാലോം കാ ഇലാജ് ശുരു ഹോ ജാത്ത. അതിനെക്കുറിച്ച് എന്താണ് അങ്ങനെ ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ, അപ്പോഴും നമ്മുടെ ലേഖികയ്ക്ക് നയേ ജൂത്തെ മിൽത്തെ, എപ്പോഴാണോ പുതിയ ഒരു ഷൂ മേടിക്കുന്നത്, ഉസ്കെ സാത്ത് ഹി ചാലോം കാ ഇലാജ് ശുരു ഹോ ജാത്ത, അപ്പം കാലിൽ മുറിവുണ്ടാകും. ആ മുറിവിനുള്ള ട്രീറ്റ്മെൻറ്റും അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ ഷൂ മേടിച്ചാൽ കാലിൽ മുറിവിനുള്ള ട്രീറ്റ്മെൻറ്റും അതിനോടൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് കണ്ടീഷൻ. കാരണം അത്രയ്ക്ക് റഫായിരിക്കും. പിന്നെ കാലിൽ ഈ ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ കാലൊക്കെ പൊട്ടിയിട്ട് അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റും കൂടി തുടങ്ങണം എന്നും അതൊരു പതിവാണ്. അതുകൊണ്ട് ലേഖിക ഇന്ന് അങ്ങനെ കാലൊന്നും പൊട്ടാറില്ല, കാല് ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല സുഖം ഉണ്ടാകും ഷൂസ് ഇടുമ്പോൾ. അപ്പോൾ ഈ ഇതുപോലെയുള്ള ഷൂസ് ഇപ്പോഴാണ് കിട്ടുന്നത്. ഇവരുടെ ചെറുപ്പത്തിലൊക്കെ എന്നും കാലിൽ മുറിയായിരിക്കും പുതിയ ഷൂ മേടിച്ച ഉടനെ എന്ന് ലേഖിക ഓർക്കുന്നു. जब कभी लंबी सैर पर निकलते अपने पास रुई ज़रूर निकलते, जूता लगा तो रुई मौसे के अंदर. हाँ, हमारे तुम्हारे बचपन में तो बहुत फ़र्क हो चुका है. ജബ് കബി ലംബി സൈർ പർ നികൽത്തെ, ഇനിയോ ഈ ഷൂസ് ഇട്ടിട്ട് കുറേ ഇങ്ങനെ ദൂരം നടക്കുകയാണെങ്കിൽ അപ്പം പാസ് റുയി സറൂർ രക്ത, അവരെന്തായാലും കയ്യിൽ കുറച്ച് കോട്ടൺ കരുതും, റുയിയിൽ കോട്ടൺ കരുതും. എന്തിനാ അത്? ജൂത്ത ലഗാത്തോ റുയി മോസേക്ക് അന്തർ, ചെരുപ്പ് ഇടുമ്പോൾ ഷൂസ് ഇടുമ്പോൾ ഈ സോക്സിനകത്ത് എന്ത് വെക്കണം? ഈ കോട്ടൺ വെക്കണം. എന്തിനാ അങ്ങനെ കോട്ടൺ വെക്കുന്നത്? കാല് പൊട്ടാതിരിക്കാൻ. കാരണം ലോങ് വാക്കാണല്ലേ, ലോങ് ആയിട്ട് കുറേ നടക്കേണ്ടി വരുമ്പം അവർക്ക് ഈ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുമ്പോൾ കാല് പൊട്ടും. അപ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടി സോക്സിനകത്ത് കോട്ടൺ വെക്കുന്നതാണ് പതിവ്. അപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ മറക്കാതെ കോട്ടൺ കയ്യിൽ കരുതണം. അപ്പോൾ ഹമാരെ തുമാരെ ബച്പൻ മേം തോ ബഹുത് ഫറക് ഹോ ചുക്കാ ഹെ, എൻ്റെയും നിങ്ങളുടെയും കുട്ടിക്കാലത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് ലേഖിക ഓർക്കുന്നു. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നല്ലേ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അങ്ങനെ? हर शनिचर को हमें ओलिव ऑयल या कैस्टर ऑयल पीना पड़ता, यह एक मुश्किल काम था. इनी हर शनिचर एवरी सैटरडे हमें ओलिव ऑयल या कैस्टर ऑयल पीना पड़ता. ലേഖികയ്ക്ക് എല്ലാ ശനിയാഴ്ചയും ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ കുടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ ഇത് കുടിക്കുന്നതെന്ന് നോക്കാം. യഹ് ഏക് മുഷ്കിൽ കാം താ, ഇത് വളരെ കഷ്ടമുള്ള ഒരു പണിയാണല്ലേ. നമ്മളോട് ഇങ്ങനെ എണ്ണയൊക്കെ കുടിക്കാൻ പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടല്ലേ. ശനിചർക്കോ സുബഹ് സേഹി നാക്കുമേ മിസ്കി ഗന്ധ ആനെ ലഗ്തി. സാറ്റർഡേ മോർണിംഗ് ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഈ ഒരു കാസ്റ്റർ ഓയിലിൻ്റെ ഒലിവ് ഓയിലിൻ്റെയൊക്കെ മണം ഇങ്ങനെ മൂക്കിൽ അടിച്ചു തുടങ്ങും. ചോട്ടി ശീശോം കി ഗിലാസ്, ചെറിയ ഗ്ലാസിൻ്റെ കുപ്പിയുടെ ഗ്ലാസ് ഉണ്ട്. ജിൻ പർ ടി ഗുറാക്ക് കേലിയെ നിഷാൻ പടേ രഹത്തെ. അപ്പം അതിൻ്റെ ഗുറാക്ക് മീൻസ് അതിൻ്റെ ശരിയായ ഡോസേജ്, ശരിയായിട്ടുള്ള അത്രയും അളവല്ലേ കഴിക്കാൻ പറ്റില്ല, ഒരുപാട് കഴിക്കാൻ പറ്റില്ല. ഒരു മെഡിസിൻ ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്ലാസ്സിൽ ആ ശരിയായിട്ടുള്ള ഡോസേജിൽ ഗുറാക്ക് കേലിയെ നിഷാൻ പടേ രഹത്തെ, അതിനകത്ത് ഒരു മാർക്ക് ഇട്ടുണ്ട്. നിഷാൻ ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ശരിയായ ഡോസേജ് എത്രയാണ് അതിനുള്ള മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉനിയൻ ദേഖ്തേ ഹി മിത്തലി ഹോനെ ലഗ്തി, അത് കാണുമ്പം തന്നെ ഛർദ്ദിക്കാനായിട്ട് വരും അല്ലേ. മിത്തലി വോമിറ്റിംഗ് ഒരു ടെൻഡൻസി ഉണ്ടാകും അതിൻ്റെ മണവും അത് കാണുമ്പോൾ തന്നെ. അപ്പം ഈ ചെറിയ ക്ലാസ്സിൽ അടയാളം ഇട്ട് വെച്ചിട്ടുണ്ട്, ഇത്ര അടയാളം. അപ്പോൾ അതിനകത്ത് അത്രയും ഒഴിച്ചിട്ട് അവരത് എല്ലാ ശനിയാഴ്ചയും കുടിക്കും. മുझे आज भी लगता है कि अगर हम न भी पीते वह शनिवारी दवा तो कुछ ज़्यादा बिगड़ने वाला नहीं था, सेहत ठीक ही रहती. അപ്പം ഞാൻ ഇന്ന് എന്താണ് ഓർക്കുന്നത്?
ലേഖിക ഇന്ന് ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ അന്നത് കഴിച്ചിട്ടും ഇപ്പോൾ എനിക്ക് ആരോഗ്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ അല്ലേ, അന്ന് കഴിക്കാതിരുന്നുവെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ആരോഗ്യം ഒരുപാട് മോശമാകും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം അത് കഴിച്ചത് കൊണ്ട് നല്ല ആരോഗ്യം ഉണ്ടായി എന്നോ അത് കഴിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ആരോഗ്യം മോശമാകുമെന്നോ ലേഖികയ്ക്ക് അഭിപ്രായമില്ല. അപ്പോൾ അത് കഴിച്ചിരുന്നത് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടൊക്കെയാണ് എല്ലാ ശനിയാഴ്ചകളിലും ഇത് കഴിച്ചിരുന്നത് എന്ന് ലേഖിക ഇന്ന് നമ്മളോട് പറയുകയാണ്. तुम्हें बताऊंगी कि हमारे समय और तुम्हारे समय में कितनी दूरी हो चुकी है। ये हम तक की बचपन की दिलचस्पियाँ भी बदल गई है। तुम्हें बताऊंगी कि ले നിങ്ങൾക്ക് പറയാൻ പറ്റുമോ हमारे समय और तुम्हारे समय में कितनी दूरी हो चुकी है. ഞങ്ങളുടെ കുട്ടിക്കാലവും നിങ്ങളുടെ കുട്ടിക്കാലവും തമ്മിൽ എന്തോരം ഡിഫറൻസ് ആണ് അല്ലേ, എന്തോരം വലിയ ഡിഫറൻസ് ആണുള്ളതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ. എഹാം തക്ക് കി ബച്പൻ കി ദിൽചസ്പിയാം ബി ബദൽ ഗയി ഹെ. അപ്പം ഇപ്പോൾ ഉള്ള കുട്ടികളുടെ മനസ്സിൽ ആഗ്രഹങ്ങളും കുട്ടിക്കാലത്ത് അവരുടെ പെരുമാറ്റങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ട് ലേഖികയുടെ കുട്ടിക്കാലവും ലേഖിക കുട്ടിയായിരുന്നപ്പോൾ ഉള്ള അവരുടെ മാനസികാവസ്ഥയും അവരുടെ ആഗ്രഹങ്ങളും ഇന്നുള്ള കുട്ടികളുടെ മാനസികാവസ്ഥയും ആഗ്രഹങ്ങളുമായിട്ട് ഒരുപാട് ഡിഫറൻ്റ് ഉണ്ട് എന്ന് ലേഖിക ഓർക്കുന്നു. याद रहे उन दिनों कुछ घरों में ग्रामोफोन दे, रेडियो और टेलीविज़न नहीं दे. അന്ന് ആ ദിവസങ്ങളിൽ ചില വീടുകളിലൊക്കെയാണ് ഗ്രാമഫോൺ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. റേഡിയോ ഓർ ടെലിവിഷൻ നഹീദ്, റേഡിയോയും ടെലിവിഷനും ഒന്നും അന്ന് ഒരു വീടുകളിലും ഉണ്ടായിരുന്നില്ല. പിന്നെ ചില വീടുകളിൽ മാത്രം ഗ്രാമഫോൺ ഉണ്ടായിരുന്നു. ഹമാരെ ബച്പൻ കി കുൽഫി ഐസ്ക്രീം ഹോ ഗയി ഹെ. ലേഖികയുടെ കുട്ടിക്കാലത്തുള്ള കുൽഫിയാണ് ഇന്ന് ഐസ്ക്രീമായിട്ട് മാറിയിരിക്കുന്നത്. കച്ചോടി സമോസ പാൻറ്റീസ് മേം ബദൽ ഗയാ ഹെ. കച്ചോടിയും സമോസയൊക്കെ ഇന്ന് പാൻറ്റീസിൻ്റെ രൂപത്തിൽ മാറി. ഷഹ്തൂത്ത് और फालसे और गसगस के शरबत कोक पेप्सी में. ഷഹ്തൂത്തും ഒരു ഫാൽസയും അതുപോലെ ഗസ്ഗസ് കെ ഷർബത്തൊക്കെ ഇന്ന് കോക്കും പെപ്സി ആയിട്ട് മാറി. അപ്പം ലേഖികയുടെ കുട്ടിക്കാലത്ത് ലേഖിക ഉപയോഗിച്ചിരുന്ന അവരുടെ ഫുഡ് ഐസ്ക്രീമും സമൂസയും കച്ചോടിയും അതുപോലെ ഷർബത്തും ഒക്കെ ഇന്ന് അതിൻ്റെ രൂപങ്ങളൊക്കെ പാൻറ്റീസും ഐസ്ക്രീമും അതുപോലെ കോക്കും പെപ്സി കേരള ഇന്ന് ന്യൂ ജനറേഷൻ്റെ ഇങ്ങനെയുള്ള ഫുഡൊക്കെ ആയിട്ട് അത് ചേഞ്ച് ചെയ്തതിനെക്കുറിച്ച് ലേഖിക പറയുകയാണ്. ഉൻ ദിനവും കോക്ക് നഹി ലെബ്നറ്റ് വിംറ്റോ മിൽത്തി ഹെ. ആ ദിവസങ്ങളിലൊന്നും കോക്കൊന്നും കിട്ടില്ല. അതിന് പകരമായിട്ട് അവർ ലെംനഡും വിംറ്റോ ഒക്കെയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. शिमला और नई दिल्ली में बड़े हुए बच्चों को वेगस और डेविको रेस्तरां की चॉकलेट और पेस्ट्री मसा देने वाली होती. ഷിംലയിലും അതുപോലെ നയി ദില്ലിയിലൊക്കെ വളർന്ന കുട്ടികൾക്ക്, അവിടെ ജനിച്ച് വളർന്ന കുട്ടികൾക്ക് വേഗേഴ്സും അതുപോലെ ഡെവിക്കോ, അവിടുത്തെ പ്ലേസിൻ്റെ പേരാണ് വേഗേഴ്സ്, അതുപോലെ ഡെവിക്കോയിലൊക്കെ റെസ്റ്റോറൻറ്റുകളിലെ ചോക്ലേറ്റുകളും അതുപോലെ പേസ്ട്രിയൊക്കെ മസാ ദേനി വാലി ഹോത്തി ഹെ. ചോക്ലേറ്റും പേസ്ട്രിയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. हम भाई बहनों की ड्यूटी लगती शिमला माल से ബ്രൗൺ ബ്രെഡ് लाने की. हम भाई बहनों, അതായത് ലേഖികയും പിന്നെ ലേഖികൻ്റെ ചേട്ടനും ഒക്കെ അല്ലേ. അപ്പോൾ ലേഖികൻ്റെ ചേട്ടനും ഒക്കെ ഭായി ബഹൻ, അവർക്ക് എന്തായിരുന്നു ഡ്യൂട്ടി? ഷിംലയിൽ മാളിൽ ചെന്നിട്ട് ബ്രൗൺ ബ്രെഡ് വാങ്ങിച്ചു കൊണ്ടുവരുന്നത് ഇവരെ കുട്ടികളുടെ ഡ്യൂട്ടിയാണ്. ഹമാരെ ഘർ മാൽസെ സ്യാദാ ദൂർ നഹീദ. ഞങ്ങളുടെ വീട് മാൽസെ, മാളിൽ നിന്നും സ്യാദാ ദൂർ നഹീദ, ഒരുപാട് ദൂരെയൊന്നും അല്ല. एक छोटी सी चढ़ाई और गिरജ മൈതാൻ പഹുഞ്ച. ഇനി അങ്ങോട്ടേക്ക് പോകുന്ന വഴിയെക്കുറിച്ചാണ് പറയുന്നത്, മോളിലേക്ക് പോകുന്നത്. ഏക്ക് ചോട്ടി സി ചടായിൽ ഒരു ചെറിയ ഒരു കയറ്റമുണ്ട്. ഒരു ഗിർജ മൈതാൻ പഹുഞ്ച. അങ്ങനെ കയറുമ്പം ഒരു ഗിർജ മൈതാൻ എന്ന് പറഞ്ഞാൽ ഗിർജ ഒരു ഗ്രൗണ്ടാണ്, ആ മൈതാനത്ത് എത്തിച്ചേരും. അങ്ങനെ വഹാംസേക്ക് ഉത്തറായി, അവിടുന്ന് പിന്നെ നേരൊരു ഇറക്കമുണ്ട്. ഉദർത്തെ ഓർ മാൽപാർ. അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പം അവിടെ മോള് കാണാം. कन्फेक्शनरी काउंटर पर तरह तरह की पेस्ट्री और चॉकलेट की खुशबू मनभावनी. അവിടെ കൺഫെക്ഷണറി കൗണ്ടറിൽ ചെല്ലുമ്പം തന്നെ എന്താണ് പേസ്ട്രിയുടെയും ചോക്ലേറ്റിൻ്റെയും ഒക്കെ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ല് അവിടെ ഇങ്ങനെ ഉണ്ടാകും. ആ കൺഫെക്ഷണറി കൗണ്ടറിൽ ചെല്ലുമ്പോൾ തന്നെ അത് നല്ല മണമാണല്ലേ. നമുക്കൊക്കെ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെയൊക്കെ മണം വന്നാലോ നമുക്ക് പിടിച്ച് നിൽക്കാൻ തന്നെ പറ്റില്ല അല്ലേ. അതിപ്പം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അപ്പം നല്ലൊരു മണം വരാറുണ്ട്.
ഹമേം ഹഫ്തേ മേം ഏക് ബാർ ചോക്ലേറ്റ് ഖരീദിനെ കി ചൂട്ട് ദി. ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചോക്ലേറ്റ് മേടിക്കാനുള്ള ഒരു അവസരം ആഴ്ചയിൽ ഒരു തവണയേ ഉള്ളൂ. സബ്സെ സ്യാദ മേരെ പാസ് ഹി ചോക്ലേറ്റ് ടോഫി കാ സ്റ്റോക്ക് റഹത്ത. ഏറ്റവും കൂടുതൽ ചോക്ലേറ്റിൻ്റെയും ടോഫിയുടെയൊക്കെ സ്റ്റോക്ക് എൻ്റെ അടുത്തായിരിക്കും. മേ ചോക്ലേറ്റ് ലേക്കർ ഗഡി ഗഡെ കബീന ഘാത്തിയില്ലേ, ഞാൻ ചോക്ലേറ്റും കൊണ്ട് അത് ഇങ്ങനെ എടുത്ത് വെക്കും. അത് ഞാൻ കഴിക്കാറില്ല. ഗർ ലൗട്ട് കർ, ഈ ചോക്ലേറ്റ് മേടിച്ചിട്ട് എല്ലാവർക്കുള്ള ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലേഖിക്ക് എന്ത് ചെയ്യും, അത് അവരെടുത്ത് വയ്ക്കും. അതും കൊണ്ട് വരും, എന്നിട്ട് അവർ കഴിക്കില്ല. ഗർ ലൗട്ട് കർ साइड बोर्ड पर रख देती और रात के गाने के बाद बिस्तर में लेटकर मसा ले गाती. എന്ത് ചെയ്യും, വീട്ടിലേക്ക് മടങ്ങി വന്നതിന് ശേഷം സൈഡ് ബോർഡ് പർ റഖ് ദേത്തി, അവിടെ സൈഡ് കബേർഡിൽ അവരത് സൂക്ഷിച്ച് വെക്കും ലേഖിക. എന്നിട്ട് രാത്രിക്ക് ഗാനയ്ക്ക് ബാദൽ നൈറ്റ് ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിസ്തർമേം ലേട്ട്കർ, ബെഡിൽ പോയി കിടന്നിട്ട് മസാ ലേ ഗാത്തി, നല്ല ആസ്വദിച്ച് ഇങ്ങനെ പതുക്കെ കഴിക്കും. ഷിംല കെ കാഫൽ ബി ബഹുത്ത് യാദ് ആത്തെ ഹെ. ഷിംലയിലെ കാഫൽ അതൊരു ഫ്രൂട്ടാണ്, അതും അവർക്ക് നല്ല ഓർമ്മയുണ്ട്. ഗട്ടെ മീട്ടെ, അത് നല്ല പുളിപ്പും മധുരവും ഉള്ളതാണ് ആ ഫ്രൂട്ട്. കുച്ച് എക്ദം ലാൽ കുച്ച് ഗുലാബിയിലെ, ചിലപ്പോൾ നല്ല ചുവന്ന കളറായിരിക്കും അല്ലെങ്കിൽ ഗുലാബി കളറായിരിക്കും. റസ്ബറി, കസ്മൽ, സോച്ചുകർ ഹി മുഹമേം പാനി ബറായേ അല്ലേ. നല്ല റസ്ബറി, നല്ല ജ്യൂസൊക്കെ ആയിട്ട് നല്ല ജ്യൂസിയാണ്. പിന്നെ കസ്മൽ ആണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം സോച്ചുഹർ ഹി മുഹമേം പാനി ബറായ, അത് ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. ചെസ്നട്ട് ഏക് ഓർ ഗസബ് കി ചീസ്, പിന്നെ അതുപോലെ ചെസ്നട്ട് അത് ഫ്രൂട്ടാണ്, അതും എനിക്ക് ഇങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു വസ്തുവാണ്. ആഗ് പർ ബുനെ ജാത്തെ ഓർ ഫിൽ ചിൽക്കെ ഉദാർക്കർ മുഹമേം അല്ലേ. അത് തീയിൽ ചുട്ടെടുത്തിട്ട് അതിൻ്റെ ചിൽക്കയിൽ അതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞ് മാറ്റിയിട്ട് നേരെ വായിലേക്ക്, അപ്പോൾ അതിനെ ചുട്ട് തൊലിയൊക്കെ മാറ്റി നേരെ അതിനെ വായിലേക്ക് ഇടും. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതൊക്കെ അതിൻ്റെ ടേസ്റ്റും ഇന്നും ലേഖിക്കയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് ചെസ്നട്ട്, പിന്നെ അതുപോലെ കാഫൽ ഫ്രൂട്ടിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. चने जोर गरम और अनारदाने का चूर्ण. हाँ, चने जोर गरम की पुड़िया जो तब भी वह अब भी नजर आती है. ചനെ സോർ ഗരം ഓർ അനാർദാനെ കാ ചൂർണ്. അതുപോലെ ചനയിൽ കടല നല്ല ചൂടാക്കിയിട്ട് ഇങ്ങനെ വറുക്കില്ലേ, അതുപോലെ കടല വറുക്കുന്ന സോർ ഗരം ഓർ അനാർദാനെ കാ ചൂർണ്. നമ്മുടെ അനാറുണ്ടല്ലോ, അനാറിൻ്റെ പൊമഗ്രനേറ്റിൻ്റെ സീഡ്, അതിൻ്റെ പൊടി, അത് ഹാ ചനെ സോർ ഗരം കി പുടിയ ജോ തബ് ബി, ഈ കടല നല്ലോണം ചൂടാക്കിയിട്ട് പുടിയ മീൻസ് നമ്മളിങ്ങനെ കോണ് പോലെ കടലാസ് കൊണ്ട് കോണ് പോലെ ഉണ്ടാക്കിയിട്ട് കടല വറുത്തത് കഴിച്ചിട്ടില്ലേ, അതിനെയാണ് ഇവിടെ പറയുന്നത്. പുടിയ ജോ തബ് ധി വഹ് അബ് ബി നസർ ആത്തി ഹെ, ഇന്നും അതെൻ്റെ കൺമുന്നിലുണ്ട്. പുരാനെ കാഗസോം സെ ബനായി ഹുയി ഇസ് പുടിയ അല്ലേ, പഴയ കടലാസുകൾ കൊണ്ടാണ് ഇങ്ങനെ പേപ്പർ കോണ് ഉണ്ടാക്കുന്നത്. നിരാ ഹാത്ത് കാ കമാൽ ഹെ, അത് കൈയിൻ്റെ ഒരു കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു വർക്കായിട്ടാണ് അത് ഇവിടെ പറയുന്നത്. എത്ര ഭംഗിയായിട്ടാണ് ഈ പേപ്പർ കോൺ അവർ ഉണ്ടാക്കുന്നത്. നീച്ചെ സെ തിർച്ചി ലപ്പേത്തെ ഹുയിലെ, താഴത്തുനിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ചുരുട്ടി ഊപ്പർ സെ ഇത്തിനി ചൗടി, മുകളിൽ വരുമ്പോൾ നല്ല വീതി കാണും. കാരണം എന്താണ്, ചനെ ആസാനി സെ ഹഥാലി പർ പഹുഞ്ചായി, കടല എളുപ്പത്തിൽ കയ്യിൽ കിട്ടണ്ടേ. അപ്പം നമ്മളിങ്ങനെ താഴെ ഇങ്ങനെ പിടിക്കാനും പിന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ കടല എടുക്കാനും ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകുന്തോറും അത് വൈഡായിട്ടുണ്ടാവില്ലേ. നമ്മൾ കടലപ്പൊതി കാണാത്തവരാരും ഇല്ലല്ലോ. നമ്മൾ റോഡിലൊക്കെ ഇങ്ങനെ ഈവനിങ് ടൈമൊക്കെ പോയി കഴിഞ്ഞാൽ കടല വറുത്തതൊക്കെ മേടിക്കുമ്പം ഇങ്ങനെ പേപ്പർ കോണ് പോലെ ആയിട്ടുണ്ടാക്കും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. एक वक्त था जब फिल्म का गाना, ആ സമയത്ത് ഒരു ഫിലിം സോങ് ഉണ്ടായിരുന്നു. ചനാ സോർ ഗരം ബാബു മേം ലായ മസീദാർ, ചനാ സോർ ഗരം ഉൻ ദിനോം സ്കൂൾ കെ ഹർ ബച്ചെ കോ ആത്താ താ. അപ്പം ഈ ഒരു പാട്ട് അല്ലേ, ആ പാട്ടിൻ്റെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചനാ സോർ ഗരം ബാബു മേം ലായ മസീദാർ, ചനാ സോർ ഗരം എന്ന് പറയുന്ന ഈ പാട്ട് ഉൻ ദിനോം, ആ ദിവസങ്ങളിൽ സ്കൂൾ കെ ഹർ ബച്ചെ കോ ആത്താ താ, സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ആ പാട്ട് അറിയായിരുന്നു അല്ലേ. അപ്പോൾ ആ ലേഖികയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ പാട്ടൊക്കെ ഇങ്ങനെ അവർ പാടി നടന്ന കാര്യങ്ങളൊക്കെ അവർ ഓർക്കുകയാണ്.
കുച്ച് ബച്ചെ പുടിയ പർ തേസ് മസാല ബുറഗ്വാത്തെ. ചില കുട്ടികൾ ഈ കടല മേടിക്കുമ്പോൾ ഈ ഈ പൊതിയിൽ നല്ല മസാലയൊക്കെ കൂടുതലായിട്ട് അവരിടും. പൂരാ ഗിർജ മൈതാൻ ഘൂമിനെ തക്ക് എഹ് പൊടിയ ചലത്തിയിൽ ആ മൈതാനം മുഴുവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പൊതി ഉണ്ടെങ്കിൽ അന്നിങ്ങനെ കടല കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് ആ മൈതാനമൊക്കെ ചുറ്റിക്കറങ്ങും. ഏക്ക് ചന പാപ്പടി മുഹമ്മയും ഡാലിനെ ഓർ ഖതം ഉടാനേമേം ഏക് ഗാസ് ഹി ലയ റഫ്താർ ദി. ഓരോരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും ഓരോരോ കടലെടുത്ത് ഇങ്ങനെ വായിലിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നത് അത് വളരെ ആസ്വദിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ട് ലേഖിക ഓർക്കുന്നു. छुटपन में हमने शिमला रिज पर बहुत मज़े किए हैं. घोड़ों की सवारी की है. शिमला के हर बच्चे को कभी न कभी यह मौका मिल ही जाता था. ചുട്പൻ മീൻസ് ബച്പൻ തന്നെയാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് ഹംനെ ഷിംല റിജിൽ ബഹുത്ത് മസേ കിയേ ഹെ, കുറേ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്, കുറേ ടൈം പാസ് ചെയ്യാനായിട്ട് ഷിംല റിജിൽ പോയിട്ടുണ്ട്. ഗോഡോം കി സവാരി കി ഹെ, പിന്നെ അവിടെ പോയിട്ട് കുതിര സവാരിയൊക്കെ നടത്തിയിട്ടുണ്ട്. ഷിംല കെ ഹർ ബച്ചേക്കോ കബി ന കബി യഹ് മൗക്ക മിൽ ഹി ജാത്ത ഹെ. ഷിംലയിൽ വളർന്ന കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഈ ഷിംല റിജിൽ ചെന്നിട്ടുള്ള കുതിര സവാരി. അപ്പോൾ അവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്കൊക്കെ ഈ അവസരം ഇടയ്ക്കിടയ്ക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യമായിട്ട് ലേഖിക പറയുന്നു. हम जाने क्यों घोड़ों को कुछ कमतर करके समझते. ഞാൻ അവിടെയുള്ള കുതിരകളൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഷിംല റീജിയനിലെ കുതിരകളൊക്കെ അത്ര ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉൻ പർ ഹാസ്തേ ഥേ അല്ലേ, അതിനെ കാണുമ്പോൾ തന്നെ ചിരി വരും. നനിഹാൽ കെ ഗോഡെ ഖൂബ് ഹുഷ്ട് പുഷ്ട് ഓർ ഗുബ്സൂരത്ത് ഉൻകി ബാത് ഫർ കബി. അപ്പം നനിഹാലിലെ കുതിരകളാണെങ്കിൽ നല്ല ചബ്ബിയായിട്ടുള്ള അല്ലേ, ഹുഷ്ട് പുഷ്ട് നല്ല കൊഴുത്ത നല്ല ഗുബ്സൂരത്ത് നല്ല ഭംഗിയുള്ള കുതിരകളാണ്. ഉൻകി ബാത് ഫർ കബി. പിന്നെ അവരുടെ അവരുടെ മേലെ യാത്ര ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഓർക്കുന്നത്. ഷാംകോ റംഗ് ബെരംഗെ ഗുംഭാറെ, ഈവനിങ് ടൈമിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ബലൂൺസ്. പിന്നെ സാമിനെ ജാഗു ക പഹാഡ്, അതിൻ്റെ അടുത്ത് തന്നെ ജാഗു എന്ന് പറഞ്ഞ ഒരു പർവ്വതമുണ്ട്. ഊഞ്ച ചർച്ച്, നല്ല ഹൈറ്റായിട്ട് നല്ല ഉയർന്ന ഒരു ചർച്ച് ഉണ്ട്. ചർച്ചയ്ക്ക് ഘണ്ടിയാൻ ബജ്തീത്തോ, ആ ചർച്ചിൻ്റെ ബെല്ല് ഇങ്ങനെ മുഴങ്ങുമ്പോൾ ബെല്ലടിക്കുമ്പോൾ ദൂർ ദൂർ തക് ഉൻകി ഗൂഞ്ച് ഫൈൽ ജാത്തി, നല്ല ദൂരെ വരെ ആ ഒരു സൗണ്ട് ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കും. ലഗ്താ ഇസ്കെ സംഗീത സെ പ്രഭു ഈശു സ്വൈ കുച്ച് കഹ് രഹേ ഹെ. അപ്പോൾ ഈ ചർച്ചിലുള്ള ബെല്ലിങ്ങനെ റിങ്ങുന്ന സമയത്ത് അതൊരു സംഗീതം പോലെ അല്ലേ, ആ സംഗീതം പ്രഭു യേശുവിന് സ്വയം ആ സൗണ്ട് കേൾക്കാം. അപ്പോൾ അത്രയും സൗണ്ടിലാണ് അത് അടിക്കുന്നത്. യേശു എവിടെയാണോ അവിടെ തന്നെ ഡയറക്റ്റായിട്ട് ഈ സൗണ്ട് യേശുവിന് കേൾക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നു. സാമിനി ആകാശ് പർ സൂര്യാസ്ത ഹോ രഹാ ഹെ, അടുത്ത് ഇങ്ങനെ ആകാശത്ത് സൂര്യൻ അസ്തമിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഗുലാബി സുൻഹരി ദാരിയോം നീലെ ആസ്മാൻ പർ ഫൈൽ റഹി ഹെ അല്ലേ, നല്ല റോസും കളറ് പിന്നെ നല്ല സ്വർണ്ണവർണ്ണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ലൈനൊക്കെ ആയിട്ട് ആകാശത്ത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്തല്ലേ, സൂര്യാസ്തമയം കണ്ടിട്ടുണ്ടാകും എല്ലാവരും. ആ സമയത്ത് ആകാശത്ത് ഇങ്ങനെ കാണുന്ന കാഴ്ചകളെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ദൂർ ദൂർ ഫൈലെ പഹാഡോം കെ മുഖടെ गहराने लगे और देखते देखते बत्तियां टिमटिमाने लगी. ദൂർ ദൂർ ഫൈലെ പഹാഡോം കെ മുഖടെ, ദൂരെ ആയിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ അതിൻ്റെ ടോപ്പ് എൻഡ് മാത്രമായിട്ട് ഇങ്ങനെ നിരന്ന് കാണാം. പിന്നെയോ ദേക്തേ ദേക്തേ ഭത്തിയാം ടിംടിമാൻ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇരുട്ട് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഈവനിങ്ങളിലാണ് ഇരുട്ടാകുന്നതിനോടൊപ്പം തന്നെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഓരോരോടെയായിട്ട് തെളിഞ്ഞു തുടങ്ങി. ബത്തിയാം ടിംടിമാനയിലകയിൽ ഇങ്ങനെ കണ്ണ് ചിമ്മി തുറക്കുന്നത് പോലെ ലൈറ്റുകൾ എല്ലാം അവിടെ ഇങ്ങനെ പതുക്കെ തെളിഞ്ഞു തുടങ്ങി. രീജ് पर की रौनक और माल की दुकानों की चमक के भी क्या कहने, स्काइडल पॉइंट की भीड़ से उभरता कोलाहल. അപ്പോൾ റീച്ച് पर की रौनक और माल की दुकानों की चमक के भी क्या कहने, റീജിൽ ഉള്ള റോനക്കിൽ അവിടെ ആകർഷിക്കമാകുന്ന ഈ എന്താണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വളരെ ഭംഗിയിൽ കാണാം. മാൽക്കി ദുക്കാനോംക്കി ചമക്ക്, പിന്നെ മാളുകളും അവിടുത്തെ കടയും അവിടെയൊക്കെ നല്ല ഫുൾ പ്രകാശമാനമായിരിക്കും. നല്ല നമ്മൾക്ക് ഈവനിങ് ടൈം നൈറ്റൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ തന്നെ ടൗണിലൊക്കെയും പിന്നെ കടകളിലും മോളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ അല്ലേ. സ്കൈഡൽ പോയിൻ്റ് ഭീഡ് സെ ഉബാർത്ത കോലാഹൽ, സ്കൈഡൽ പോയിന്റിൽ നല്ല തിരക്കും, അപ്പോൾ ആ തിരക്ക് കാരണം നല്ല കോലാഹലം നല്ല ബഹളമൊക്കെ കേൾക്കാം.
सर्वर स्काइडल पॉइंट के ठीक सामने उन दिनों में एक दुकान हुआ करती थी जिसके शोरूम में शिमला कालका ट्रेन का मॉडल बना हुआ था. സർവർ സ്കൈഡൽ പോയിന്റിക്ക് ടീക്ക് സാമിന് ഈ സ്കൈഡൽ പോയിന്റിൻ്റെ അടുത്തായിട്ട് തന്നെ ആ ദിവസങ്ങളിലൊക്കെ ഒരു കടയുണ്ടായിരുന്നു. ഉൻ ദിനവും ഏക് ദുക്കാൻ ഹുവാ കർത്തീതി, ഒരു കടയുണ്ടായിരുന്നു. ആ കടയുടെ പ്രത്യേകത എന്താണ്? ജിസ്കി ഷോറൂമേം, അത് അവരുടെ ഷോറൂമിൽ ഷിംല കാൽക്ക ട്രെയിൻ കാ മോഡൽ ബനാ ഹുവാ. ഷിംലയിലെ ആ കാലഘട്ടത്തിലെ ട്രെയിനിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. इसकी പട്ടറിയാം ഉസ് പർ ഘടി ചോട്ടെ ചോട്ടെ ഡിബ്ബോം വാലി ട്രെയിൻ. പിന്നെ ഇതിൻ്റെ പട്ടറിയാം അല്ലേ, അതിൻ്റെ പാളം, റെയിൽവേ ട്രെയിൻ പാളം. പിന്നെ ഉസ് പർ ഘടി, ആ പാളത്തിൽ നിൽക്കുന്ന, ട്രാക്കിൽ നിൽക്കുന്ന ചോട്ടെ ചോട്ടെ ഡിബ്ബോം വാലി ട്രെയിൻ, ചെറിയ ചെറിയ ബോഗികളായിട്ടുള്ള ട്രെയിൻ. एक और लाल टिन की ചത്വാല സ്റ്റേഷൻ, പിന്നെ ചുവന്ന ടിന്നു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മേൽക്കൂരയൊക്കെയുള്ള ഒരു സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ. ഒരു സാമനെ സിഗ്നൽ ദേത്ത ഗംബ, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ സിഗ്നൽ കൊടുക്കുന്ന ഒരു തൂണ്, ഗംബ. ദോടി ദോടി ദൂർ പർ ബനി സുരംഗയും അല്ലേ, അടുത്തടുത്തായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ നിർമ്മിച്ചിരിക്കുന്ന സുരംഗയും, ടണൽസ്. അപ്പോൾ ഇങ്ങനെ ടണലും പിന്നെ റെയിൽവേ സ്റ്റേഷനും പിന്നെ ട്രെയിനും, ഇങ്ങനെ ചെറിയൊരു മോഡൽ ആ കാലത്തുള്ള ഷിംലയിൽ ട്രെയിൻ ഏത് മോഡലായിരുന്നു, എങ്ങനെയായിരിക്കും കാണാൻ എന്നതിനെക്കുറിച്ചുള്ള ഒരു മോഡൽ ഈ ഒരു കടയിൽ, ഷോറൂമിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. पिछली सदी में तेज रफ्तार वाली गाड़ी वही थी, कभी कभी हवाई जहाज भी देखने को मिलते. पिछली सदी में, കഴിഞ്ഞ നൂറ്റാണ്ടിലെ തേസ് രഫ്താർ വാലി ഗാഡി വഹി തി, നല്ല സ്പീഡിൽ ഓടുന്ന സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് ഇതാണ്. ഏതാണ് വണ്ടി? കബി കബി ഹവായി ജഹാസ് ബി ദേഖ്നെ കോ മിൽത്തെ ഹേ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഹവായി ജഹാസ് അല്ലേ, എയ്റോപ്ലെയിനും നമുക്ക് കാണാനായിട്ട്, ലേഖയ്ക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും വേഗതയിൽ ഓടുന്ന വണ്ടി എയ്റോപ്ലെയിൻ ആയിരുന്നു. അത് ഇടയ്ക്കൊക്കെ അവർ കണ്ടിട്ടുണ്ട്. ദില്ലി മീം ജബ് ബി ഉൻകി ആവാസ് ആത്തി ബച്ചെ ഉനേം ദേക്കിനെ ബാഹർ ദൗഡത്തെ. ഡൽഹിയിൽ എപ്പോഴാണോ ഉൻകി, ഈ ഡൽഹിയിൽ എയ്റോപ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിൽ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളെല്ലാം വീടിന്ന് ഓടി പുറത്തിറങ്ങും. എന്നിട്ടിങ്ങനെ ആകാശത്ത് ഇങ്ങനെ പൊങ്ങി പറക്കുന്ന എയ്റോപ്ലെയിനെ നോക്കി കാണാൻ വേണ്ടിയിട്ട്. ദിക്ത എക് ബേരി ഭാരി ഭർക്കം പക്ഷി ഉഡ്ജാ രഹാ ഹേ പങ്ക് ഫൈലാക്കർ അല്ലേ. ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഭാരി ഭർക്കം പക്ഷി, ഒരു വലിയൊരു പക്ഷി ഇങ്ങനെ പറന്ന് പോകുന്ന പോലെ അല്ലേ, നല്ല വെയിറ്റുള്ള നല്ലൊരു വലിയ പക്ഷി ഇങ്ങനെ ചിറകടിച്ച് പറന്ന് പോകുന്നത് പോലെ, പങ്ക് ഫൈലാക്കർ, ചിറകടിച്ച് പറന്ന് പോകുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത് അല്ലേ. അപ്പം നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് ഇപ്പം നിങ്ങളോട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നിയേക്കാം. അപ്പോൾ ഇന്നൊക്കെ ഈ എയ്റോപ്ലെയിനിൽ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ട്, പിന്നെ അതൊക്കെ ആസ് യൂഷ്വലായിട്ട് മാറിയിരുന്നു. പക്ഷേ കുറേ മുന്നേ വരെയൊക്കെ ഇങ്ങനെ കുട്ടികൾ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ വീടിന് വെളിയിൽ ഓടി വന്നിതിങ്ങനെ ആകാംക്ഷയോട് കൂട്ടിയിട്ട് അതൊരു ആശ്ചര്യത്തോടു കൂടി നോക്കിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ലേഖിക പറയുന്നത്. यह देखो और वह गायब, उसकी स्पीड ही इतनी तेज लगती. അത് യഹ് ദേക്കോ ഒരു വഹ് ഗായബ്, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അത് അപ്രത്യക്ഷമാകും അല്ലേ. ഉസ്കി സ്പീഡ് ഹി ഇത്തിനി തേസ് ലഗ്തി, അതിൻ്റെ സ്പീഡ് അത്രയും തേസ് ആണ് അല്ലേ, അത്രയും വേഗത്തിലാണത് പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അപ്പം തന്നെ അത് പോയി മറയും, അപ്രത്യക്ഷമാകും. हाँ, गाड़ी के मॉडल वाली दुकान के साथ एक और ऐसी दुकान थी जो मुझे कभी नहीं भूलती. ഈ ഗാഡിയുടെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കടയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അടുത്തായിട്ട് ഒരു AC ദുക്കാൻ തി, വേറൊരു കടയുണ്ടായിരുന്നു. ജോ മുജെ കബി നഹി ഭൂൽത്തി, എനിക്കതൊരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. യഹ് വഹ് ദുക്കാൻ തി ജഹാ മേരാ പെഹ്ലാ ചഷ്മ ബനാദ, ആ കടയിലാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ കണ്ണട നിർമ്മിച്ചത്. ആദ്യത്തെ കണ്ണട എനിക്ക് അവിടെ നിന്നാണ് മേടിച്ചത്. വഹാം ആംഖോം കി ഡോക്ടർ അംഗ്രേസ് തേ, അവിടെ ഒരു കണ്ണ് നോക്കുന്ന ഡോക്ടറുണ്ട്. അവർ ഇംഗ്ലീഷ് ആണ്, അഗ്രേസ് ആണല്ലേ, അവർ ഇംഗ്ലീഷ് ഡോക്ടറാണ്. അപ്പം അവർ ഇംഗ്ലീഷുകാരനാണ്. അപ്പം ഈ വണ്ടിയുടെയൊക്കെ മോഡലിൻ്റെയൊക്കെ ഉള്ള ഒരു കടയുടെ അടുത്ത് തന്നെയാണ് ഒരു ചഷ്മ വിൽക്കുന്ന, സ്പെക്സ് വിൽക്കുന്ന കടയുണ്ടായിരുന്നു. ആ കടയിൽ നിന്നാണ് ലേഖിക ആദ്യമായിട്ട് തൻ്റെ കണ്ണട മേടിക്കുന്നത്. അപ്പം അവിടെ ഒരു കണ്ണൊക്കെ നോക്കുന്ന, ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ ഇംഗ്ലീഷുകാരനാണെന്ന് ലേഖിക ഓർക്കുന്നു.
शुरू में ചഷ്മ ലഗ്ന ബഡ അട്ഭട ലഗ. സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് കണ്ണിൽ കണ്ണട ധരിക്കുമ്പോൾ ലേഖികയ്ക്ക് അത് ഭയങ്കര അസൗകര്യമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ചോട്ടെ ബഡെ മേരെ ചെഹരെ കി ഓർ ദേഖ്തെ ഓർ കഹത്തെ ആംഖോ മേം കുച്ച് തക്ലീഫ് ഹേ. ചോട്ടെ ബഡയിലെ ചെറിയ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും എൻ്റെ മുഖത്തിങ്ങനെ നോക്കുമ്പോൾ തന്നെ ചോദിക്കും, ആംഖോ മേം കുച്ച് തക്ലീഫ് ഹേ, എന്താ കണ്ണിൽ പ്രശ്നം, കണ്ണിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഈ സുമ്രമേ മൈനക്, ഈ പ്രായത്തിൽ തന്നെ കണ്ണടയോ? ദൂത് പിയാക്കാറോ, പാലൊക്കെ കുടിക്കൂ നന്നായിട്ട്, എങ്കിലല്ലേ അസുഖം വരാതിരിക്കുള്ളൂ. ഇങ്ങനെ കാണുന്നവരൊക്കെ പറയുകയാണ്. മേ ഡോക്ടർ സാഹിബ് കാ കഹ ദൊഹറാ ദേത്തി. അപ്പം ഞാൻ എന്ത് പറയും, ഡോക്ടർ പറഞ്ഞത് അത് അതേപടി ഞാൻ ആവർത്തിക്കും. കുച്ച് ദേർ പഹനോഗി തോ ആനക് ഉദർ ജായകി. അല്ലേ, കുറച്ച് നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ണട വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അഴിച്ചു മാറ്റാം, പിന്നെ വെക്കേണ്ടതായിട്ട് വരില്ല, അപ്പോഴേക്കും അസുഖമൊക്കെ ഭേദമാകുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്നവരോടൊക്കെ ഡോക്ടർ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കും ലേഖിക. वैसे डॉक्टर साहिब ने पूरा आश्वासन दिया था, लेकिन चश्मा तो अब തക് നഹി ഉത്തറ. അല്ലേ, ഡോക്ടർ പറഞ്ഞതുപോലെ ഡോക്ടർ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെയായിട്ടും ആ കണ്ണടേൻ്റെ കണ്ണിൽ നിന്ന് ഊരി മാറ്റേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്താണ്, ഇത്രയും ഏജായിട്ടും ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കണ്ണട ധരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണിൽ കണ്ണട മാറ്റാനായിട്ട് പറ്റിയിട്ടില്ല എന്ന്. നമ്പർ ബസ് കം ഹി ഹോത്താ റഹാ. മീം അപ്പിനെ ആപ്പ് ഇസ്കി ജിമ്മേവാർ ഹും. അല്ലേ, എന്താ നമ്പർ ഇങ്ങനെ കമ്മിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം അല്ലേ, ഇസ്കി സിമ്മേവാർ, ഇതിൻ്റെ ഉത്തരവാദി, ഇതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും എൻ്റെ തന്നെയാണ് അല്ലേ. ജബ് ആപ്പ് ദിൻ കി റോഷിനി കോ ചോഡ്കർ രാത് മീം ടേബിൾ ലാമ്പ് കി സാമനെ കാം കരേഗി തോ ഇസ്കെ അലാവ ഓർ ക്യാ ഹോഗാ. जब आप നമ്മൾ ദിൻ കി റോഷിനിക്കോ ചോടുക്കർ, ഡേ ലൈറ്റ് ഉപേക്ഷിച്ചിട്ട്, ഡേ ലൈറ്റിലൊന്നും ചെയ്യാണ്ട് രാത്ത് മേം ടേബിൾ ലാമ്പ് കെ സാമിനെ കാം കരേഗി. ലേഖിക എന്താ ചെയ്യാം, പകൽ സമയത്തൊന്നും ജോലി ചെയ്യാതെ രാത്രി ടേബിൾ ലാമ്പിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്യുന്നത്. തോ ഇസ്കെ അലാവ ഓർ ക്യാ ഹോഗാ. അല്ലേ, പിന്നെ ഇപ്പോഴും കണ്ണാടി ധരിക്കാതെ പിന്നെ എന്താ ചെയ്യുക, കണ്ണാടി പിന്നെ എങ്ങനെ അഴിച്ചു മാറ്റാനാണ് പറ്റുന്നത്? हाँ, जब पहली बार मैंने चश्मा लगाया तो मेरे एक चचेरे भाई ने मुझे छेड़ा, देखो देखो कैसी लग रही है. ഞാൻ ആദ്യമായിട്ട് കണ്ണാടി യൂസ് ചെയ്ത സമയത്ത് മേരെ एक ചച്ചേരെ ഭായിൽ എൻ്റെ ഒരു കസിൻ ബ്രദർ മുझे छेड़ा, എന്നെ കളിയാക്കി. എന്ത് പറഞ്ഞിട്ടാ? ദേക്കോ ദേക്കോ കേസി ലഗ് റഹി ഹേ, നോക്ക് നോക്ക് ഇവളെ കാണാൻ എങ്ങനെയാ ഇരിക്കുന്നേ. आंख पर चश्मा लगाया ताकि मुझे दूर की यह नहीं लड़की को मालूम सूरत बनी लंगूर की. ആങ്ക് പർ ചഷ്മ ലഗായാലേ, കണ്ണിൽ കണ്ണട വെച്ചിരിക്കുന്നു. താക്കി സൂഞ്ചി ദൂർക്കി യഹ് നഹി ലടുക്കിക്കോ മാലും, ദൂരെ നിന്ന് നോക്കിയാൽ ഈ പെൺകുട്ടി അറിയുന്നത് പോലും ഇല്ലല്ലോ. സൂറത്ത് ബനി ലങ്കൂർക്കി, ഫേസ് ഇപ്പം എന്താ ബബൂണിനെ പോലെ ഉണ്ട് അല്ലേ, ലങ്കൂർ എന്ന് വെച്ചാൽ ബബൂണിനെ പോലെ ഉണ്ട് ഫേസ്. മേ गिंजी की मुझ पर क्यों दोहराया जा रहा है, पर शेर बुरा न लगा. അല്ലേ, എന്തിനാ എന്നെ ഇങ്ങനെ ബബൂൺ എന്ന് വിളിക്കുന്നേ? ഷേർ എന്താ അത്രയ്ക്ക് മോശമാണോ? അപ്പോൾ ഷേർ എന്ന് വിളിച്ചൂടായിരുന്നോ? जब वह चाय पीकर चले गए तो मैं अपने कमरे में जाकर आईने के सामने खड़ी हो गई. कई बार अपने को देखो, आईना उतारी फिर पहनी फिर उतारी, देखती रही. അപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലേ, ചായ പീക്കർ ചായ ചായ കുടിച്ച് പോയതിന് ശേഷം ഞാൻ അപ്പനെ കമറേമേം ജാക്കർ, ഞാൻ എൻ്റെ മുറിയിൽ തനിച്ച് ചെന്നിട്ട് എന്താണ്, അയിനേക്കെ സാമിനെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ബ്രദർ പറഞ്ഞതുപോലെ എൻ്റെ മുഖം ബബൂണിനെ പോലെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കൈ ബാർ അപ്പിനേക്കോ ദേക്കോ കുറേ നേരം ഇങ്ങനെ സ്വന്തമായിട്ട് നോക്കിക്കൊണ്ട് നിന്നു. പിന്നെയോ അയിനെ കുതാരി, കണ്ണട അഴിച്ചു മാറ്റി. ഫിർ പഹനി, വീണ്ടും ധരിച്ചു. ഫിർ ഉധാരി, വീണ്ടും അഴിച്ചു മാറ്റി. എന്നിട്ട് ദേക്തി രഹി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇടുമ്പോൾ എങ്ങനെയുണ്ട്, അഴിച്ചു മാറ്റുമ്പോൾ എങ്ങനെയുണ്ട്, കണ്ണാടി ഇട്ടിട്ട് എങ്ങനെയുണ്ട്, അഴിച്ചു മാറ്റിയിട്ട് എങ്ങനെയുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് സത്യമാണോ, എന്നെ കാണാൻ ബബൂണിനെ പോലെയുണ്ടോ, എനിക്കിത് നന്നായിട്ടില്ലേ, എനിക്ക് ചേരുന്നില്ലേ. ഇങ്ങനെ ലേഖിക പാവം ആദ്യ ടൈമിലൊക്കെ കണ്ണാടി വെച്ചിരുന്ന സമയത്ത് അവരനുഭവിച്ച വിഷമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. मैंने अपने छोटे भाई का टोपा उड़ाकर सिर पर रखा, कुछ अजीब लगा, अच्छा भी और मजाकिया भी.
ഞാൻ എൻ്റെ ചെറിയ സഹോദരൻ്റെ തൊപ്പി എടുത്തിട്ട് എൻ്റെ തലയിൽ വെച്ചു. കുച്ച് അജീബ് ലഗ അല്ലേ, നല്ല എന്തോ ഒരു ഡിഫറെൻറ്റ് ഫീൽ ചെയ്തു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അച്ചാബി ഓർ മസാക്കിയാബി, നന്നായിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു നല്ല ഫീൽ ഉണ്ടായിരുന്നു. തബ് കി ബാത്ത് ദി ജബ് തോ ചെഹരെ കി സാത്ത് ഗുൽ മിൽ ഗയാ ഹെ ചഷ്മ അല്ലേ, അന്നത്തെ കാര്യമാണ് പറയുന്നത്. അന്ന് തൊട്ടിട്ട് എൻ്റെ ഫേസിൽ ചഷ്മ കണ്ണട എന്തായി, അത് നന്നായിട്ട് യോജിച്ചു, അതെൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അത് മാറി അല്ലേ ഫേസിൽ നിന്ന്. അബ് കബി ഉദാര ഹോത്താ ഹേ തോ ചെഹറ ഗാലി ഗാലി ലഗനെ ലഗ്താ ഹേ. ഇനിയിപ്പം അത് അഴിച്ചു മാറ്റിയാലാണ് പ്രശ്നം അല്ലേ, അഴിച്ചാലാണ് ഫേസിൽ നിന്ന് എന്തോ കാലിയായ പോലെ, എന്തോ ഒന്ന് ഒഴിഞ്ഞതുപോലെ തോന്നും. അപ്പം അതങ്ങനെ ഫേസിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചത് കൊണ്ട് ഇപ്പോൾ കണ്ണട ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയായി. याद आ गया वह टोपा काली फ्रेम का चश्मा और लंगूर की सूरत അല്ലേ, ഇതൊക്കെ ഓർമ്മ വരാൻ. ആ തൊപ്പിയും പിന്നെ ആ കറുത്ത ഫ്രെയിമുള്ള കണ്ണടയും പിന്നെ ബബൂണിനെ പോലെയുള്ള മുഖവും. ഹാ ഇൻ ദിനോം ഷിംല മീം സിർ പർ ടോപ്പി ലഗാന പസന്ത് കർത്തി ഹും. പക്ഷെ ഇപ്പോഴെങ്ങനെയാണ് ഷിംലയിൽ തലയിൽ തൊപ്പി വെച്ച് നടക്കാനാണ് എനിക്ക് ഇഷ്ടം. മേനെ കൈ രംഗോം കി ജമാ കർലി ഹെ, ഞാൻ കുറേ കളറിലുള്ള തൊപ്പികൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഹാം ദുപ്പട്ടോം കാ ഓടന ഓർ കഹാം സഹജ് സഹൽ സുബീത്തെ വാലി ഹിമാചലി ടോപ്പിയാം. അതായത് ഇങ്ങനെ തലയിൽ ഷോൾ ഇട്ടിട്ട് നടക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് തലയിൽ തൊപ്പി വെച്ച് നടക്കുന്നതാണ്. അതും ഹിമാചലിൽ കിട്ടുന്ന ഹിമാചലിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ള ഹിമാചലി ടോപ്പിയാം. അത് കുറേ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്കൊക്കെ ഹിമാചലിലൊക്കെ പോകുന്ന സമയത്ത് ഷിംലയിലൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ തലയിൽ തൊപ്പി ധരിച്ചാണ് പോകുന്നത്. അതാണ് കൂടുതൽ കംഫർട്ടബിൾ. അപ്പം ഷോള് യൂസ് ചെയ്യുന്നില്ല എന്നാണ് ലേഖിക പറയുന്നത്. അപ്പം കൃഷ്ണ സോപത്തിയുടെ ഈ കുട്ടിക്കാലത്തെക്കുറിച്ചിട്ടുള്ള ഈ ഓർമ്മകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.